അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ UDF ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാമോ? മറ്റൊന്നുമില്ല, അങ്ങനെ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകും ഒരു പ്രസ്ഥാനം? അത് മനസ്സിലാവുന്നില്ല. ഇത് ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വല്ല വികലാംഗർക്കോ അങ്ങനെയുള്ളവർക്ക് വല്ലതും സൗജന്യ യാത്ര കൊടുക്കുക, തീരെ പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് വല്ല സൗജന്യം കൊടുക്കുക. അല്ലാതെ ലോകത്തുള്ള സ്ത്രീകൾക്ക് മൊത്തം KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഒക്കുമെന്ന് പറ. അപ്പോൾ സ്ത്രീകളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇനിയിപ്പം ബസ്സിലോട്ട് ഞങ്ങൾക്ക് ഇടിച്ച് KSRTC ബസ് പോരും, അതാ നമുക്ക് ഫ്രീ ആണ്, അതേ നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെല്ലാം അതേ കയറും. അപ്പം ആണുങ്ങൾ പിന്നെ അതായത് ആണുങ്ങൾക്ക് ബസ്സേ സംവരണം ഇല്ല അല്ലേ? സ്ത്രീകൾ മൊത്തം ജനറൽ സീറ്റ്, പിന്നെ ബാക്കിയുള്ളത് സ്ത്രീകൾക്കും സംവരണം ചെയ്തിരിക്കുന്നു, പിന്നെ വേറെ കുറച്ച് സംവരണ സീറ്റുണ്ട്. ഓക്കെ, പക്ഷേ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവരണ സീറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ത്രീകളെല്ലാം ഇടിച്ചു കുത്തി അതേ തന്നെ കയറും. ബസ് സൗജന്യമായിട്ട് ഓടണം. പിന്നെ ഈ ഡ്രൈവറിന് അല്ലെങ്കിൽ കണ്ടക്ടർമാർക്ക് അങ്ങനെ എത്രയോ തൊഴിലാളികളുണ്ട്, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ? ഈ വണ്ടിയുടെ എന്തെല്ലാം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ തൊട്ട് എഞ്ചിൻ ഓയിൽ തൊട്ട് ബ്രേക്ക് തൊട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിനിടയ്ക്ക് കൊണ്ട് ഈ സൗജന്യം കൊടുത്താൽ എങ്ങനെ നോക്കുമെന്നാണ് ഈ പറയുന്നത്? ചുമ്മാ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള വാഗ്ദാനങ്ങൾ, ഫ്രീ 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 കേൾക്കുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ ശരിയാണല്ലോ, സൂപ്പറാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ പുറകിലോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാലുണ്ടല്ലോ, അങ്ങനെ ആലോചിച്ച് നോക്കണം, അന്നേരമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും ശകലം കുറച്ചെങ്കിലും ആൾക്കാർക്ക് ചിന്തിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇതെങ്ങനെയാണ്. ഒരുപക്ഷെ ഇവർ പറയുമായിരിക്കും KSEB ആയാലും വെള്ളമാണെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ കംപ്ലീറ്റ് സൗജന്യം. അങ്ങനെ സൗജന്യമാക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ, അങ്ങനെ ആക്കാൻ പറ്റുകയില്ല. അതെങ്ങനെ സാധിക്കുമെന്ന് പറ. ഇങ്ങനെ ചുമ്മാ സൗജന്യം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കാതെ ഇതിനൊക്കെ ഓരോ സംവിധാനങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊക്കെ ഓരോ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ കാർഡടച്ചെന്നാൽ ഞങ്ങൾ സൗജന്യം തരാൻ പോവുകയാണേ. ഈ പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ എത്ര നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെന്നറിയാം. പുള്ളിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പുള്ളി അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്, തമാശപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും. പക്ഷേ കോൺഗ്രസിലോട്ട് എന്നിട്ട് അയാളും പറഞ്ഞു നടക്കുക, KSRTC ബസ്സൊക്കെ കയറിയിട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ സ്ത്രീകളായിട്ട് നിങ്ങൾക്കെല്ലാം ഇനി സൗജന്യമാണേ. പണ്ട് ഇവിടെ എങ്ങാണ്ട് മറ്റേ 1 രൂപയ്ക്ക് ഷൂ എന്നും പറഞ്ഞാൽ ആരോട് ഓഫർ ഇട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങ് ഇടിച്ചു കുത്തി കയറി എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ലുലുവിലൊക്കെ അറിയാം, ചില സമയത്ത് ഒരു ഓഫർ ഇടും, അടുക്കാൻ പറ്റുമല്ല, മണൽ വാരിപ്പൊക്കിയിട്ട് താഴെ വീഴത്തില്ല. അതുപോലെ ആൾക്കാർ ഇടിച്ചു കുത്തി കയറും എന്ന് പറഞ്ഞ പോലെ സൗജന്യം സ്ത്രീകൾക്കെല്ലാം KSRTC ബസ് സൗജന്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കുത്തി കയറും. വേറെ ആർക്കും പൈസ കൊടുക്കുന്നവരും കൂടെ കയറണ്ടേ? എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്? ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ചുമ്മാ ഓരോ വാഗ്ദാനങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി സൗജന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കോ വികലാംഗർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കട്ടെ, അംഗപരിമിതർക്കൊക്കെ കൊടുക്കട്ടെ. അതിനുള്ള ഒരു ചെറിയൊരു ID കാർഡും മറ്റുമൊക്കെ എന്തെങ്കിലും ഈ KSRTC ബസ്സിൽ നിന്ന് അവർ നേരിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ സൗജന്യ യാത്ര. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു രസമുണ്ട്. അല്ലാതെ കണ്ട് ഇതൊക്കെ എന്തോന്നടേ ഇത്?